തിരുവനന്തപുരം നഗരസഭ ബി.ജെ.പി. പിടിച്ചെടുത്തതോടെ അതിനെ തകർക്കാൻ വേണ്ട 18 അടവുകളും CPM നേതാക്കൾ ഇപ്പോൾ പയറ്റുകയാണ്. കാരണം അതിൽ അവർ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഗരത്തിലെ കുടിവെള്ളം മുട്ടിക്കുക, എന്നിട്ട് ബി.ജെ.പിക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുക, അല്ലെങ്കിൽ തിരുവനന്തപുരം നഗരസഭയ്ക്ക് ഒരു ചീത്തപ്പേരുണ്ടാക്കുക. തിരുവനന്തപുരത്ത് ഇപ്പോൾ വലിയ രീതിയിൽ എല്ലാ ക്ഷേത്രങ്ങളിലും അടക്കം ഉത്സവങ്ങൾ നടക്കുന്നു, പൊങ്കാലങ്ങൾ നടക്കുന്നു. കാരണം ഉത്സവ സീസണാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ആവശ്യമായി വരുന്നത് കുടിവെള്ളമാണ്. കാരണം പൊങ്കാല സമയങ്ങളിലടക്കം കുടിവെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ആ ഒരു ദൗർലഭ്യം ഉണ്ടാക്കുക, അല്ലെങ്കിൽ കുടിവെള്ളം മുട്ടിക്കുക, അതാണ് ഇപ്പോൾ CPM ചെയ്യുന്നത്. അവർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ CPM നേതാക്കൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെയൊക്കെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് CPM കൗൺസിലർമാർ ഭരിക്കുന്ന വാർഡുകളിൽ മാത്രം കുടിവെള്ളം പൈപ്പ് വഴി എത്തിക്കുന്നു. ബി.ജെ.പി. വാർഡുകൾ, അതായത് ബി.ജെ.പി. കൗൺസിലർമാർ ഭരിക്കുന്ന വാർഡുകളിലടക്കം കുടിവെള്ളം കട്ട് ചെയ്യുന്നു. മനഃപൂർവ്വം കൊണ്ട് തന്നെ കുടിവെള്ളം തടഞ്ഞു വയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇത് ആദ്യമൊന്നും ബി.ജെ.പി. കൗൺസിലർമാർക്ക് മനസ്സിലായില്ല. പക്ഷെ അവർ അതെല്ലാം തന്നെ ഒന്ന് നിരീക്ഷിച്ചപ്പോഴാണ് അവർക്ക് കാര്യം മനസ്സിലായത്. CPM-കാരുടെ തൊട്ടടുത്ത വാർഡുകളിൽ CPM കൗൺസിലറാണ്. അവരുടെ വീടുകളിലൊക്കെ കുടിവെള്ളമുണ്ട്. അവരുടെ വാർഡുകളിലൊക്കെ കുടിവെള്ളം കൃത്യമായി തന്നെ വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം പൈപ്പ് വഴി എത്തുന്നുണ്ട്. പക്ഷേ ബി.ജെ.പി. ഭരിക്കുന്ന വാർഡുകളിലൊന്നും തന്നെ കുടിവെള്ളം എത്തുന്നില്ല. അപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ഇത് ബി.ജെ.പിയെ തകർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ ബി.ജെ.പിക്കെതിരെ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാനായിട്ട് CPM തന്നെ കളിക്കുന്ന ഒരു കളിയാണ്, ഒരു രാഷ്ട്രീയ കളിയാണെന്ന് മനസ്സിലായി. അപ്പോൾ തന്നെ ഇത് CPM കരുതിക്കുട്ടി കളിക്കുന്ന ഒരു കളിയാണെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ബി.ജെ.പി. കൗൺസിലർമാർ ഓരോ ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുന്ന സമയങ്ങളിൽ സജ്ജീകരണങ്ങൾ, ടാങ്കറിൽ തന്നെ ഒട്ടനവധി ടാങ്കറുകളിൽ, ഒരു 5-10 ടാങ്കറുകളിൽ വെള്ളം കരുതി അവർ ഒരു സ്ഥലത്ത് തന്നെ കൊണ്ട് നിർത്തുന്നുണ്ട്. അപ്പോൾ ഏത് സമയത്താണ് കുടിവെള്ളം ഇല്ലാതെ വരുന്നത്, ആ സമയത്ത് തന്നെ ചടുല വേഗത്തിൽ നിമിഷ നേരം കൊണ്ട് തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ ടാങ്കറുകൾ ആ സ്ഥലത്തേക്ക് പാഞ്ഞെത്തുന്നു, കുടിവെള്ളം അവിടെ നിറയ്ക്കുന്നു. അങ്ങനെ CPM-ന്റെ ഈ ഒരു തന്ത്രം ബി.ജെ.പി. കൗൺസിലർമാർ തന്നെ പൊളിച്ചെടുക്കുന്നു. അങ്ങനെ ഉത്സവമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് തിരുവനന്തപുരത്തെ വാട്ടർ അതോറിറ്റി ആസ്ഥാനത്ത് ബി.ജെ.പി. കൗൺസിലർമാർ ഒരു വലിയൊരു സമരം നടത്തി. അങ്ങനെ ആ സമരത്തിലാണ് വാട്ടർ അതോറിറ്റിയിലെ അസിസ്റ്റന്റ് എഞ്ചിനീയർമാർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ബി.ജെ.പിക്കാരുടെ മുന്നിൽ മുട്ടുമടക്കുന്ന ഒരു അവസ്ഥയിൽ വരെ കാര്യങ്ങളെത്തി. ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാല നടക്കുന്ന സമയമാണ്. ഈ സമയത്ത് തന്നെ സിറ്റിയിൽ തന്നെ പ്രധാന നഗരങ്ങളൊന്നും തന്നെ കുടിവെള്ളമില്ല. അപ്പോൾ മേയർക്ക് കാര്യം മനസ്സിലായി, ഇത് ആറ്റുകാൽ പൊങ്കാല തകർക്കാൻ CPM നടത്തുന്ന ഒരു നീക്കമാണ്, ബി.ജെ.പിയുടെ മുഖത്ത് കരിവാരി തേക്കാനായിട്ട് CPM നടത്തുന്ന ഒരു കളിയാണെന്ന് മനസ്സിലായി. ഇപ്പോൾ അതിനെതിരെ ഒരു ശക്തമായ നടപടി മേയറുടെ ഭാഗത്ത് നിന്നും വി രാജേഷ് എടുത്തിട്ടുണ്ട്. നിലവിൽ KGMO ഇപ്പോൾ കുറച്ച് ദിവസത്തിന് മുമ്പേ ഒരു കാര്യം പറഞ്ഞതാണ്, നമ്മൾ ആറ്റുകാൽ പൊങ്കാലയുമായി നമ്മൾ സഹകരിക്കില്ല. അതായത് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് KGMOയുടെ ഒരു യൂണിറ്റ് അവിടെ പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞു. കാരണം ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തു. നെടുമങ്ങാട് ഒരു കുട്ടി മരിക്കാനിടയായ അതുമായി ബന്ധപ്പെട്ട് ഡോക്ടറിനെ സസ്പെൻഡ് ചെയ്തപ്പോഴാണ് KGMO പ്രതിഷേധവുമായി വന്നത്. അപ്പോൾ RSSും ബി.ജെ.പിയും പറഞ്ഞൊരു കാര്യമുണ്ട്, വേണ്ട, നിങ്ങൾ ആറ്റുകാൽ പൊങ്കാലയുമായി നിങ്ങൾ സഹകരിച്ചില്ലെങ്കിൽ എനിക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ നമുക്ക് വലിയ പ്രശ്നമൊന്നുമില്ല എന്ന് ബി.ജെ.പിയും RSSും പറഞ്ഞു. അപ്പോൾ ഈ KGMO ഞെട്ടിപ്പോയി. കാരണം അവർ വിചാരിച്ചത് ഈ ബി.ജെ.പിക്കാർ അല്ലെങ്കിൽ ബി.ജെ.പി. കൗൺസിലറൊക്കെ വന്ന് നേരിട്ട് വന്നൊരു ചർച്ചയൊക്കെ നടത്തും, അല്ലെങ്കിൽ മീറ്റിംഗ് ഒക്കെ വിളിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഈ KGMO ഒന്ന് കാര്യം മനസ്സിലാക്കിയപ്പോഴാണ്, ഈ RSSന്റെ ബി.ജെ.പിയുടെ സ്വഭാവം ഒന്ന് പഠിച്ചപ്പോഴാണ് മനസ്സിലായത്. ഈ കുറച്ച് മാസത്തിന് മുന്നേ മലപ്പുറത്ത്, 2-3 മാസത്തിന് മുന്നേ മലപ്പുറത്ത് ഒരു കുംഭമേള നടത്തുകയുണ്ടായി. ആ സമയത്തൊന്നും തന്നെ ഇവർ KGMOയുടെ ആവശ്യം, KGMOയ്ക്ക് കത്ത് കൊടുത്തിട്ട് അവിടെ നിങ്ങളുടെ ഒരു യൂണിറ്റ് വേണം, ഒരു താത്കാലികമായി ഒരു യൂണിറ്റ് അവിടെ വേണമെന്നൊന്നും പറഞ്ഞില്ല. അവിടെ മെഡിക്കൽ സേവനം ഉണ്ടായിരുന്നു. ആരാണ് അവിടെ മെഡിക്കൽ സേവനമൊക്കെ നടത്തിയതെന്ന് അന്വേഷിച്ചപ്പോഴാണ് അമൃത മെഡിക്കൽ സയൻസിനുള്ള വിദ്യാർത്ഥികളും ഡോക്ടർമാരും അടങ്ങുന്ന ഒരു ടീം, അതായത് അമൃത ആശുപത്രിയിൽ നിന്നുള്ള ഒരു ടീമാണ് അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ കുംഭമേളയിൽ ഈ മെഡിക്കൽ സജ്ജീകരണങ്ങളും സൗകര്യങ്ങളൊക്കെ ഒരുക്കിയത് എന്ന് മനസ്സിലായി. അപ്പോൾ KGMOയിലെ ഡോക്ടർമാർക്ക് മനസ്സിലായ ഒരു പ്രധാന കാര്യം, ആറ്റുകാൽ പൊങ്കാലയ്ക്ക് നമ്മൾ പങ്കെടുത്തില്ല എങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ സാന്നിധ്യം അവിടെ അറിയിച്ചില്ല എങ്കിൽ തങ്ങളുടെ അപ്രമാദിത്യം നഷ്ടപ്പെടും എന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു മേൽക്കൈ അവിടെ നഷ്ടപ്പെടുമെന്ന് KGMOയ്ക്ക് മനസ്സിലായി. കാരണം ബി.ജെ.പിയും RSSും CPM-നെ പോലെയല്ല. CPM ആണെങ്കിൽ വന്ന് കൈയും കാലും ഒക്കെ പിടിക്കും. ബി.ജെ.പിയും RSSും അങ്ങനെയൊന്നുമല്ല. അവർ നേരെ അമൃത ആശുപത്രിയിൽ വിളിച്ചിട്ട് ഒരു ടീമിനെ അവർ നേരെ ആറ്റുകാലിലേക്ക് ഇറക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ KGMO എന്ന സംഘടനയുടെ പ്രാധാന്യം അല്ലെങ്കിൽ അപ്രമാദിത്യം നഷ്ടപ്പെടും. ജനങ്ങൾക്ക് നമ്മളോട് ഒരു പുച്ഛഭാവമായിരിക്കുമെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് KGMOയെ ഇപ്പോൾ ബി.ജെ.പിയുടെ മുന്നിലും RSSന്റെ മുന്നിലും മുട്ടുമടക്കി നമ്മൾ സഹകരിക്കാം എന്നൊരു നീക്കത്തിലേക്ക് എത്തിയത്.